എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല? ഈ ഒരു സ്കാമിനെ കുറിച്ച് മീഡിയകൾ പോലും ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഇതിൻ്റെ തുടക്കവും ഒടുക്കവും ആർക്കും അറിയില്ല. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഈ തട്ടിപ്പ് വീരന്മാർ, അതായത് ഈ തേർഡ് പാർട്ടി ഏജൻസീസ്, കുട്ടികളിൽ നിന്നും ലക്ഷങ്ങളാണ് കവർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഗോയിത്തെ അറിയിച്ചപ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടി വഴി പോകരുത്, നിങ്ങൾ എപ്പോഴും സൈറ്റ് വഴി മാത്രമാണ് നിങ്ങൾ ഫീസ് പേയ്മെൻറ്റ് ചെയ്യാവൂ എന്ന്. അതിൽക്കുള്ള ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ചൂഷണം ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇന്നും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എങ്ങനെ മറ്റൊരാളുടെ കയ്യിലെത്തുകയും അത് അവർക്ക് തോന്നുന്ന പോലെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊള്ളലാഭം ഉണ്ടാക്കുന്നത്, ഇത് ഒരു പുതിയ കാര്യമല്ല. ഇതിനോട് തന്നെ ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ VFS അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ ഒരു പണ്ടൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ എടുത്തിരുന്ന അപ്പോയിൻമെൻറ്റ്, അതും തേർഡ് പാർട്ടികളുടെ കയ്യിലാണ്. ഇപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഈ തേർഡ് പാർട്ടിക്ക് 20,000 തൊട്ട് 30,000 രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ആവശ്യക്കാർ നമ്മളായതുകൊണ്ടും വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടും നമ്മൾ ഇതിലകപ്പെട്ടു പോകും. എനിക്കറിയാവുന്ന ഒത്തിരി കുട്ടികൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ എക്സാം സുതാര്യമാണെന്ന്? എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, തിരുവല്ലയുള്ള. അദ്ദേഹം MBBS ജർമ്മനി പോയി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതിനുവേണ്ടി കുറേ പ്രിപ്പയർ ചെയ്തു, അങ്ങനെ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്തു, എക്സാമും എഴുതി. അദ്ദേഹത്തിന് 3 മൊഡ്യൂൾ കിട്ടി. ഒരു മൊഡ്യൂൾ മാത്രം 1 മാർക്കിൻ്റെ വ്യത്യാസം കിട്ടിയില്ല. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ, നമ്മൾ ഈ പാസ്സായ മൊഡ്യൂളിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 കൊല്ലത്തേക്കാണ്. 1 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും എല്ലാം കൂടി ഒന്നേന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങണം. അദ്ദേഹത്തിൻ്റെ വർഷങ്ങളാണ് ഇതിനു വേണ്ടി പോയേക്കുന്നത്. ഇപ്പോൾ പുള്ളി പറഞ്ഞാൽ ആ ഒരു സ്വപ്നമേ വിട്ടു. പുള്ളിക്ക് ഇനിയും ജർമ്മനി പോകണ്ട, അവിടെ പോയി MBBS എടുക്കണ്ട. പുള്ളിയുടെ സമയം പോയി, പുള്ളിയുടെ കാശ് പോയി, ഏജൻസിക്ക് കൊടുത്ത കാശ് പോയി, എല്ലാം പോയി. അതുമാത്രമല്ല, പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ട്, നല്ലപോലെ ജർമ്മൻ ഭാഷ അറിയാവുന്നതാണ്. അവർക്ക് റൈറ്റിംഗ് എക്സാമിൽ കിട്ടിയേക്കുന്ന മാർക്ക് 1 മാർക്ക്. ഏത് പൊട്ടനോ അല്ലെ പൊട്ടിയോ പോയി എഴുതിയാലും മിനിമം ഒരു 2 മാർക്കെങ്കിലും കിട്ടും. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. അവർക്കാണ് ഈ 1 മാർക്ക് കിട്ടിയിരിക്കുന്നത്. എന്ത് വിരോധാഭാസമാണല്ലേ! ഇത് ഈ 2 പേരെ മാത്രം കഥയല്ല. ഇതുപോലെ വഞ്ചിക്കപ്പെട്ട ഒത്തിരി ആൾക്കാർ കേരളത്തിലുണ്ട്. എങ്ങനെയാണ് ഇവർ സ്കോർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഇവയൊന്നും ഗോയിത്തയ്ക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇവിടെ ആവശ്യക്കാർ വിദ്യാർത്ഥികളും പിന്നെ ജോബ് സീക്കേഴ്സുമാണല്ലോ. അവർ ആരോടും പറയാതെ മിണ്ടാതെ ഇരിക്കുന്നു, വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്കുള്ള അവസരങ്ങൾ വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ മുകളിൽ പറഞ്ഞ വഴിയിലൂടെ വീണ്ടും അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ കുട്ടികളുടെ ഭയവും സ്വപ്നവും ആഗ്രഹങ്ങളുമാണ് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.